കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് നിറച്ച ടിപ്പർ ബസ് സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞു. 3 പേർ ആണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരിൽ ഒരാൾ നീലേശ്വരം സ്വദേശി ഹരിലാലാണ്. മണ്ണ് മാറ്റി പരിശോധന നടത്തുകയാണ്. അതിവേഗത്തിൽ വന്ന ടിപ്പർ ബൈക്കിലിടിച്ച് മറിഞ്ഞുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഏറ്റവും ആദ്യം അറിയേണ്ടത് കുട്ടികളുടെ നില ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു സുധീഷ്? 2 കുട്ടികളാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഒരാളെ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടികളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കുട്ടികൾക്ക് അവരുടെ നില ഇപ്പോൾ ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ടിപ്പർ ലോറി പാഞ്ഞു കയറുന്ന സമയത്ത് ഈ ബസ് സ്റ്റോപ്പിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ബസ് യാത്രക്കാരുണ്ടായിരുന്നു. 7ഓളം പേരുടെ മുകളിലേക്കാണ് ഈ ടിപ്പർ ലോറി പാഞ്ഞു കയറിയത്. മണ്ണുമായി എത്തിയ ടിപ്പർ ലോറി ആയിരുന്നു. ഈ മണ്ണിനടിയിൽപ്പെട്ടാണ് പലരും ഈ മരണം സംഭവിച്ചത്. ഇതിൽ ആദ്യം തന്നെ 3 പേരുടെ മൃതദേഹമാണ് പുറത്തെടുത്തത്. അതിൽ 2 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ കുട്ടികൾ ഗുരുതരമായിട്ടുണ്ട്. 3 കുട്ടികൾക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ഗുരുതരാവസ്ഥയുള്ളത്. ഏതായാലും ടിപ്പർ ലോറി ഇത്തരത്തിൽ പാഞ്ഞു കയറിയുള്ള ഒരു അപകടം നാടിനെ നടുക്കിയ ഒരു സംഭവമായി മാറുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. സുധീഷ്, എത്ര പേരാണ് അപകടം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടോ? കാരണം അത്രത്തോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊരു കാര്യത്തിൽ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. അതെ, തീർച്ചയായും ശ്രീജ. കാര്യം രാവിലെ സമയമായതുകൊണ്ട് തന്നെ ജോലിക്കും സ്കൂളുകളിലേക്ക് മറ്റും പോകുന്നതിനായി നിരവധി പേരാണ് ബസ് സ്റ്റോപ്പിൽ മത്സരാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ദൃക്സാക്ഷികൾ പറയുന്ന ഒരു കണക്കനുസരിച്ചാണ് ഇപ്പോൾ ഈ സ്ഥലത്തെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റുമൊക്കെ പുരോഗമിക്കുന്നത്. ആദ്യം തന്നെ ഇവർക്ക് എണ്ണത്തിൽ, അതായത് എത്ര പേർ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഈ വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു സമയത്തിന്റെ ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ ഒരു എണ്ണവും, അല്ലെങ്കിൽ ഇത്തരം കുട്ടികൾ ഈ സ്ഥലത്ത് നിന്ന് സ്ഥിരം ബസ് കയറാൻ പോകാറുണ്ട് എന്ന തരത്തിലുള്ള ഒരു കണക്കുകൾ ഒരു പുറത്തു വന്നിരുന്നു. ഏതായാലും അതുകൂടാതെ മുതിർന്ന ആൾക്കാർ എത്രത്തോളം ഈ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്നതിന് ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 3 കുട്ടികളാണ് ആദ്യം ഈ മണ്ണിനടിയിലേക്ക് ഈ ടിപ്പറിനടിയിലേക്ക് ഇടിച്ച് മണ്ണിനടിയിലേക്ക് പെടുന്നത്. തുടർന്ന് ഇവരെ പുറത്തെടുത്തു. ഏതായാലും ആദ്യം തന്നെ ഓടിയെത്തിയ രക്ഷാപ്രവർത്തകർ നടത്തിയ പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങളുടെ ഇടയിലാണ് ഈ 3 മൃതദേഹങ്ങൾ ആദ്യം കണ്ടെടുക്കാൻ സാധിച്ചത്. അതിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ അല്ലെങ്കിൽ മോശാവസ്ഥയിൽ തുടരുന്ന വിദ്യാർത്ഥികളെ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സുധീഷ്, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? പോലീസ് അതേക്കുറിച്ച് പറയുന്നത് എന്താണ്? ഈ പ്രദേശം ഒരു നിരന്തര ഇത്തരത്തിൽ ഈ കൊട്ടാരക്കര അല്ലെങ്കിൽ ഇത്തരത്തിൽ എംസി റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ നിരന്തര ഇത്തരത്തിൽ അപകടത്തിൽ കിടന്ന സംഭവമാണ്. കാരണം ഇതിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ ഒരു അമിത വേഗത, കാര്യം പല സ്ഥലങ്ങളിലും വളരെ വലിയ വളവുകളും മറ്റുമൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിരന്തര അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അമിത വേഗതയിൽ ഈ സ്ഥലത്തിലൂടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നത് ഒരു നിത്യ സംഭവമാണ്. മുമ്പ് ഇത്തരത്തിൽ പല വിധത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള പല മരണങ്ങളും നടന്നിട്ടുള്ള ഒരു പ്രദേശങ്ങൾ കൂടിയാണ് ഈ കൊട്ടാരക്കര എംസി റോഡ്, ഈ കടന്നു പോകുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമിത വേഗതയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ നിത്യ സംഭവമാണ്. പക്ഷേ ഇത്തരത്തിലൊരു ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഉണ്ടായിരിക്കുന്നത് ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. കാര്യം ഒരു വളവിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ഈ ബസ് സ്റ്റോപ്പിൽ ബസ്സിനകത്ത് നിന്ന് കുട്ടിയുടെ മേളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മേളിലേക്കാണ് ഈ നിയന്ത്രണം വിട്ട് ടിപ്പർ ലോറി മണ്ണുമായി എത്തുന്ന ടിപ്പർ ലോറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ടാണ് ടിപ്പർ ലോറി ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയതെന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. ഏതായാലും കൂടുതൽ അന്വേഷണങ്ങളിലൂടെ മാത്രമേ എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിന് നയിച്ച കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ശരി സുധീഷ്, കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് നിറച്ച ടിപ്പർ ബസ് സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞ് 3 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരിൽ ഒരാൾ നീലേശ്വരം സ്വദേശിയായ ഹരിലാലാണ്. മണ്ണ് മാറ്റി ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സുധീഷ് കുമാർ.